ഒരു വാട്ടേറ്റിനിടെ കേട്ടോ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് വേണ്ടിയിട്ട് അപ്പോൾ അത് എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തി ചട്നിയും അച്ഛൻ വരുമ്പോൾ ഉഴുന്നുവടിയും പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അതും കഴിച്ചു. ഒരു കോപ്പ ചായയും കുടിച്ചു, അത് നിർബന്ധമാണ് കേട്ടോ, പാൽ ചായ. പിന്നെ ഇതാ ഒരു അപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ, ആ കൂട്ടത്തിൽ അതും കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും കൊണ്ടുവന്ന സാധനമാണിത്, മിഠായി. ഇവർക്ക് കുട്ടികൾക്ക് കൊണ്ടുവന്നാൽ കേട്ടോ, അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, വലിയവർക്കും ഉണ്ടല്ലോ. അതൊന്നും ഒരു കണ്ണം കഴിച്ച്. ഇന്നലെ ഞാൻ തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഷ്ണാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ ഏട്ടൻ പൂരത്തിന് പോയിട്ടായിരുന്നു, എന്താ ഐസ്ക്രീം കൊണ്ടുവരണോ ചോദിച്ചു. അപ്പോൾ ഒന്ന് ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ട് വസ്തിന് കൊള്ളില്ല അത് വായിക്ക് വെക്കാൻ. തിന്നിട്ട് കുറ്റം പറയല്ല കേട്ടോ, സത്യം പോലെ പറഞ്ഞതാണേ. പിന്നെ അത് കഴിച്ചിട്ട് ഇതാ തണ്ണിമത്തം വീണ്ടും കഴിച്ചു. പഞ്ചസാര ഇട്ടിട്ടാണ് കഴിച്ചത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ആദ്യം കഴിച്ചത് പഞ്ചസാര ഇടാതെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറും മീൻ കൂട്ടാനും മത്തി വറുത്തതും അതുപോലെ തന്നെ കാബേജ് ഉപ്പേനും കഴിച്ചു. നല്ല സാധനം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണി 4 മണി നേരത്തെ ചായ കുടിച്ചില്ല, പകരം ഈ ഒരു പഴംപൊരി മാത്രം കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് വിശന്നു, എന്താ ചെയ്യുക. അപ്പോൾ ഇതാ ഇഡ്ഡലിയും മീൻ കൂട്ടാനും ഉണ്ടായിരുന്നല്ലോ, അതും കഴിച്ചിട്ട്. രാവിലെ ദോശമാവിൻ്റെ കൂടെ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് രാവിലെ കഴിച്ചില്ല ഇഡ്ഡലി. അപ്പോൾ പിന്നെ വൈകുന്നേരം കഴിക്കാമല്ലോ. പിന്നെ ഒരു പേരയ്ക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അമ്മ, ഒന്നൊന്നല്ല കുറച്ച് പേരയ്ക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു കഷ്ണം പേരയ്ക്ക എടുത്ത് ഞാൻ കഴിച്ചു. പിന്നെ രാത്രി ഇന്ന് ഉണ്ടായിരുന്നത് ചോറും മീൻ കൂട്ടാനും ഉച്ചത്തെ തന്നെയാണ്. ഇപ്പോൾ മീൻ വറുത്തതിന് പകരം മുട്ടയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മാങ്ങാക്കറിയും കാബേജ് ഉപ്പേരി, ഇത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ വാട്ടേറ്റിനിടെ. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായി ഞാൻ ഇത്ര സാധനങ്ങൾ ഇന്ന് കഴിച്ചു. അപ്പോൾ